പാലാ കടപ്പാട്ടൂർ ബൈപ്പാസിൽ കക്കൂസ് മാലിന്യം തള്ളിയവരെ പിന്തുടർന്ന് പിടികൂടി. പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും ചേർന്നാണ് ടാങ്കർ ലോറിയിൽ മാലിന്യം തള്ളിയവരെ പിന്തുടർന്ന് പിടികൂടിയത്. സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത 2 പേരെ കോടതി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ടാങ്കർ ലോറിയിലെത്തിയ സംഘം കടപ്പാട്ടൂർ ബൈപ്പാസിന് സമീപം കക്കൂസ് മാലിന്യം തള്ളിയത്. കഴിഞ്ഞ കുറേ നാളുകളായി രാത്രിയുടെ മറവിൽ ഈ പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് പതിവാണ്. ഇതോടെയാണ് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ നാട്ടുകാർ നിരീക്ഷണം ശക്തമാക്കിയത്. ഇതിനിടെ ബുധനാഴ്ച രാത്രി മാലിന്യം തള്ളുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ നാട്ടുകാർ അടുത്തെത്തിയപ്പോഴേക്കും സംഘം ടാങ്കറുമായി മുന്നോട്ടു പോയി. നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് 20 കിലോമീറ്ററിൽ അധികം ദൂരം ടാങ്കറിനെ പിന്തുടർന്നു. പോലീസുകാരുണ്ടെങ്കിൽ അവരായിട്ട് തടയാൻ പറ്റിയെങ്കിൽ ഞങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് മാരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിത്യയുടെ ഫ്രണ്ടിൽ നിർത്തിയേക്കാണ്ട് പോലീസ് കൈ കാണിച്ച് പോലീസ് നടന്നിട്ടുണ്ട്. ഒടുവിൽ ഗാന്ധിനഗർ പോലീസിന്റെ സഹായത്തോടെ ടാങ്കറിനെ നാട്ടുകാർ പിടികൂടി. ഇവിടെ വിജനമായ കുറെ സ്ഥലങ്ങളുള്ളതുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ കക്കൂസ് മാലിന്യം തള്ളുന്ന ഒരു പതിവ് രീതി എല്ലാ ദിവസവും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ പോലീസ് സ്റ്റേഷനും വിളിച്ച് നമ്മൾ റിപ്പോർട്ട് കൊടുത്ത് അവരെല്ലാം നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് നമുക്ക് ഗാന്ധിനഗർ സ്റ്റേഷൻ്റെ അവിടെ വെച്ച് ഈ വണ്ടി നമുക്ക് പിടിക്കാൻ സാധിച്ചു. ആലപ്പുഴ പൂച്ചാക്കൽ സ്വദേശികളായ 3 പേരാണ് ടാങ്കറിനുള്ളിൽ ഉണ്ടായിരുന്നത്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് പാലാ പോലീസ് തെളിവെടുപ്പ് നടത്തി. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.